നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവിടെ എല്ലാ ഒരുക്കങ്ങളും റെഡിയാ. ഇനി അഗ്നി സമയം വന്നാൽ മാത്രം മതി. അല്ല, അവരെന്താ ഇത്ര വൈകുന്നെന്നാ മനസ്സിലാവാത്ത? മനസ്സിലാക്കാൻ എന്താ, ഇന്നും പച്ചക്കറി കട തുറന്നു കാണും. ഐശ്വര്യ, ഒരു നല്ല ദിവസമായിട്ട് നീ ഒന്നും മിണ്ടാതിരിക്കേ. അവര് വരും, ഉറപ്പായും വരും. എനിക്ക് വിശ്വാസം. എന്നാലൊന്ന് വിളിച്ചു നോക്ക്, ഫോണല്ലേ കയ്യിലിരിക്കുന്നത്. ഒന്ന് വിളിച്ചു നോക്കി. ഏട്ടാ, അതേട്ടാ, ഞങ്ങളിത് ഇപ്പൊ പുറപ്പെടും. ഒന്ന് കുളിക്കേണ്ട താമസമുള്ളൂ. അപ്പൊ നിങ്ങൾ ഇതുവരെ റെഡി ആയില്ലേ? എടാ, ഞങ്ങൾ എല്ലാവരും നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുക. വേഗം വാ. അതേട്ടാ, സോറി, ഞാൻ ഒന്ന് കുളിച്ചിറങ്ങട്ടെ. വേഗത്തേക്കാം. ഓക്കെ, വേഗം വാ. ഏട്ടാ, അവൻ എന്താ പറഞ്ഞേ? അവരിറങ്ങിയില്ലേ? രണ്ടാളും താമസിക്കാതെ ഇങ്ങെത്തും. അപ്പോ ഇന്ന് വസു അവർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കും. എന്നാൽ ഞാൻ ഈ വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു സർപ്രൈസ് തരാൻ പോവാ. എന്താ അത്? നിങ്ങൾ കണ്ടോ? വസു പോലും ഞെട്ടിപ്പോകുന്ന ഒരു സംഭവം അത്. എന്നാലും എന്താന്ന് പറയാലോ. അത് പറ്റില്ല. വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന സമയത്ത് വസു ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ സർപ്രൈസും നടന്നിരിക്കും. മോളെ, മോളെ, അഖിമോൻ എന്ത് ചെയ്യും? മോനെ, രണ്ടാളും ഇത് മേടിക്കേ. നിങ്ങളുടെ വിവാഹ വാർഷികത്തിന് ഞങ്ങളുടെ ചെറിയൊരു സമ്മാനം. എന്താ അമ്മ ഇത്? രണ്ടാൾക്കുള്ള ഡ്രസ്സാ. എന്തിനാ ചെയ്തൊക്കെ? സാരമില്ല മോനെ, ഇത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിൻ്റെ അല്ലേ. മോൻ മേടിച്ചു. മോനെ ഇഷ്ടാവൂന്ന് അറിയത്തില്ല. അത്ര വില കൂടിയ ഡ്രസ്സൊന്നും അല്ല. എന്താ ഇഷ്ടാവാതെ? സമ്മാനത്തിന്റെ വിലയിലല്ലല്ലോ പ്രധാനം, അത് തരുന്നവരുടെ മനസ്സല്ലേ. ഇന്നത്തെ ഈ ഡ്രസ്സിനൊപ്പം നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന്റെ വില കൂടി ചേർത്ത ഇത് വില മതിക്കാനാവാത്ത ഗിഫ്റ്റാ. അച്ഛനും അമ്മയും തന്ന ഈ ഡ്രസ് ഇട്ടാണ് ഞങ്ങൾ രണ്ടാളും ഇന്നത്തെ ഫംഗ്ഷന് പോകുന്നത്. എന്നാ നിങ്ങൾ റെഡി ആയിക്കും, പോകാൻ ഇനിയും വൈകണ്ട. ശരി മോനെ. ശരി എന്നാ. ശരി. ഇനി എന്റെ അഖിൽ സാറിന് എന്റെ വക ഒരു കുഞ്ഞു സമ്മാനം. സമ്മാനം? വാച്ചോ? ഇഷ്ടായോ? നന്നായിട്ടുണ്ടോ? ഇഷ്ടായി. മോൾ ഇന്ന് ആഘോഷത്തിന് പാടുന്നു. വസുവിനിപ്പോ നല്ല മാറ്റമുണ്ട്. ഇനി മോളോട് എന്തെങ്കിലും ദേഷ്യം ബാക്കിയുണ്ടെങ്കിൽ ഈ പാട്ടോടുകൂടി അതും തീരും.
എനിക്ക് നല്ല വിശ്വാസമാണ്. മോളെന്താ ഒന്നും മിണ്ടാത്തത്? അമ്മയുടെ മനസ്സ് മാറുമെന്നല്ലേ അച്ഛൻ പറഞ്ഞേ? ആ. അപ്പോ അഖിൽ സാറിന്റെ സങ്കടം തീരാൻ പോകുന്നേ ഞാൻ പാടാച്ച. ശരി, എന്നാ മോള് വാ, നമുക്കെല്ലാവരും ഞെട്ടിക്കാം. വാ. Wish you a happy wedding anniversary. താങ്ക് യു. ചമേ ആ നല്ലതേ വരൂ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എന്നും സന്തോഷമായിട്ടിരിക്കട്ടെ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇനിയും ഒരുപാട് വർഷം രണ്ടാളും ഇതുപോലെ ഒരുമിച്ച് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കട്ടെ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു ഏട്ടാ. താങ്ക് യു ഏട്ടാ. ഇതാ. അല്ല, വസു എവിടെ? അമ്മ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് റൂമിൽ തന്നെ ഇരിക്കുക. വിളിക്ക്, വരാൻ പറ. ഞാൻ പോയി വിളിച്ചിട്ട് വരാച്ച. ആ, വേണ്ട, ഞാൻ പോയി അമ്മയെ കൂട്ടിയിട്ട് വരാം. ആ. എന്നാ പിന്നെ വേഗം ചെല്ല്. ആ, ഞാൻ എന്താ എത്തി. വസു വരട്ടെ. ആ സ്പെഷ്യൽ ഗിഫ്റ്റ് എന്താണെന്ന് അറിയാമല്ലോ. അമ്മ ഇതുവരെ റെഡി ആയില്ലേ? ഈശ്വര, എന്താ ഇത്? ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇവരെന്താ അനങ്ങാതെ നിൽക്കുന്നേ? അമ്മേ, അമ്മേ. അല്ലമ്മേ, അവിടെ പോകാം. എന്നാലും ഈ ഗിഫ്റ്റ് എന്താണെന്ന് അമ്മ എന്നോട് പോലും പറഞ്ഞില്ലല്ലോ. അതിപ്പോ കാണാൻ പോവല്ലേ? അവള് ആ ശ്യാമ ഈ കുടുംബത്തോട് കാട്ടിയതൊക്കെ അമ്മ മറന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. എന്തിന് അവൾ അമ്മയോട് ചെയ്തതോ? അമ്മയെ കണ്ണീര് കുടിപ്പിച്ച് അവിടെ അഖിയെ കഷ്ടപ്പെടുത്തിയില്ലേ? എന്നാലും അതൊക്കെ എങ്ങനെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുന്നേ? ഒന്നാലോചിച്ചേ. ഇപ്പൊ തന്നെ സമയം വൈകി. വാ പോവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.